എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ ഈ ആഴ്ചത്തെ കാർട്ടൂണിലൂടെ വരയ്ക്കുന്നത് നമ്മൾ തീക്കട്ടയിൽ ഉറുമ്പരിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പോൾ CPM-ൻ്റെ കൺവീനറെ പൊക്കിക്കൊണ്ടുപോകാനായിട്ട് BJP ആളിനെ അയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ BJPയുടെ തന്ത്രങ്ങൾക്ക് ഈ നമ്മുടെ ചിറ്റപ്പൻ EP ജയരാജൻ വഴങ്ങി എന്നാണ് അവസാനമായി നമ്മൾ കേട്ടത്. പിന്നീട് ഈ പറഞ്ഞ കണക്ക് പാർട്ടിയിലെ കുതന്ത്രങ്ങളും മറ്റേ തന്ത്രങ്ങളും എല്ലാം കൊണ്ട് അതിനെ തേച്ച് മാച്ച് കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം മുണ്ടുപൊക്കി അവരുടെ ട്രൗസർ കാക്കിയാണോ ചുവപ്പാണോ എന്ന് അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന CPM-കാരുടെ തലതൊട്ടപ്പനാണിപ്പം BJP-യിലോട്ട് പോകാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയത്. കൊടുക്കുക എല്ലാം പുലിമാലാകുമെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പ്ലേറ്റ് മാറ്റി ഞാൻ ഇതൊന്നും പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ മറ്റേ പ്രകാശ് ജാവദേക്കർ വന്നത് ചായ കുടിക്കാനാണെന്ന് പറഞ്ഞ് അദ്ദേഹം തടി തപ്പിയത്. ഡൽഹിയിൽ നിന്ന് പ്രകാശ് ജാവദേക്കർ ഒരു ചായ കുടിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള EP ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വരികയും ജയരാജൻ പറഞ്ഞു പ്രകാശ് ജാവദേക്കറോട് പറഞ്ഞു ചായ കുടിച്ചോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി ഒരു നടയും വെച്ചു കൊടുത്തു. അതാണ് മാർക്സിസ്റ്റുകാരൻ്റെ പുലിമടയിൽ ചെന്നാലുള്ള അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള തൊടുന്യായങ്ങളും നട്ടാക്കുരുക്കാത്ത നുണകളും ഒക്കെ പറഞ്ഞ് EP ജയരാജൻ ഇപ്പോൾ തൽക്കാലം തടി കഴിച്ചിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ ന്യായീകരണങ്ങൾ കൊണ്ടൊന്നുമല്ല. EP ജയരാജനെ തൊട്ടാൽ കുറേ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുമെന്നുള്ള CPM-ൻ്റെ പേടി കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെ ഒന്നും ചെയ്യാതെ വിട്ടത്. അപ്പോൾ നമുക്ക് ഈ മറ്റേ CPM-ലും ഈ താമര വിരിയുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ നമുക്കിന്ന് വരയ്ക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് നമുക്കിതിൻ്റെ റഫിട്ട് തുടങ്ങാം. നമ്മുടെ തീക്കട്ടയിൽ ഉറുമ്പരിച്ചു, അതായത് CPM-ൻ്റെ തലതൊട്ടപ്പനെ തന്നെ BJP-ക്കാർ റാഞ്ചി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇതിവൃത്തം. നമുക്ക് അതിൻ്റെ കാർട്ടൂൺ വരച്ച് തുടങ്ങാം. നമുക്ക് അറിയാം ഈ മറ്റേ അന്ത്യശ്വാസം വലിക്കുന്നതാണ്. ഈ എംപ്ലോയി എത്ര കാലം ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും CPM-ൻ്റെ ഇപ്പോഴത്തെ എംപ്ലോയി എന്ന് പറയുന്നത് ഇതാണല്ലോ, അരിവാൾ ചുറ്റി നക്ഷത്രമാണല്ലോ. ആ അരിവാളാണ് നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്നത്. ഇത് നമ്മുടെ CPM-ൻ്റെ ചിഹ്നമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേഴുന്ന ചിഹ്നമാണ്. ഈ ഇലക്ഷൻ റിസൾട്ടിനെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ നിൽക്കക്കള്ളി. ഈ ചിഹ്നത്തിൻ്റെ പ്രസക്തി ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ചായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇതാണ് നമ്മുടെ CPM-ൻ്റെ ചിഹ്നം. ഈ ചിഹ്നത്തിൽ നേരത്തെ തന്നെ CPM-ലേക്ക് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അല്ല, CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ കഥകൾ വേറെ ഉണ്ട്. നേതാക്കന്മാർ വേറെയൊക്കെ മുമ്പ് പോയിട്ടുണ്ട്. നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം, മറ്റേ ആലപ്പുഴയിലെ മനോജ്, അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. മറ്റേ ഒരു പ്രമുഖ നേതാവ്, അതായത് മുന്നണി കൺവീനർ ഇതിനായിട്ട് ചർച്ച നടത്തുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ.
അപ്പോൾ ഇതിങ്ങനെ ഈ നമ്മുടെ ഈ താമരയുടെ ഇതില്ലേ, താമര തണ്ടില്ലേ, താമര വേര്, ആ താമര വേര് ഇതിനെ ഈ CPM ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നതായിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്. CPM-ൻ്റെ നേതാക്കന്മാരെ വരെ താമര വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു. നമുക്കത് ഇവിടെ ആ താമര വരയ്ക്കാം. ഇതിൻ്റെ റഫ് ചെയ്താണ് നമ്മുടെ CPM-ൻ്റെ ചിഹ്നത്തിൽ, അതായത് കൺവീനറാണ്, LDF-ൻ്റെ കൺവീനറാണ് ചർച്ച നടത്തിയത്, ഈ നമ്മുടെ BJP നേതാവായിട്ട് ചർച്ച നടത്തിയത്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കടക്കാം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ ചെറിയ ചില മിനിക്കോണുകളിലും കൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ കാണാം. ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ്